അദ്ദേഹം ഇത് ഞങ്ങൾക്ക് വേണമെന്ന് എഴുതി തന്നാൽ 24 മണിക്കൂറിനുള്ളിൽ ഈ 113 വണ്ടികളും കോർപ്പറേഷൻ തിരിച്ചു കൊടുത്തേക്കാം. കോർപ്പറേഷൻ അത് കൊണ്ടുപോയി അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്തിടാൻ. ഞങ്ങളുടെ ഡിപ്പോയിൽ ഇടാനാകത്തില്ല. നമസ്കാരം. തിരുവനന്തപുരം നഗരസഭ BJP ഭരണമേറ്റിട്ട് ദിവസങ്ങളെ കഴിഞ്ഞിട്ടുള്ളൂ. എന്താണ് പുതിയ മേയർ പറയുന്നത്, മേയറുടെ ആശയം എന്താണ്, അദ്ദേഹത്തിന്റെ നിലപാട് എന്താണ് എന്നുപോലും ചിന്തിക്കാതെ നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി KP ഗണേഷ്കുമാറിന്റെ ഒരു പ്രസ്താവന മാധ്യമങ്ങളോട് നടത്തിയതാണ് എനിക്ക് വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. സത്യത്തിൽ വളരെ നിർഭാഗ്യകരമായ ഒരു പ്രസ്താവനയായിട്ടാണ് എനിക്ക് തോന്നിയത്. പ്രത്യക്ഷത്തിൽ അത് കേൾക്കുമ്പോൾ മന്ത്രിയുടെ ഭാഗത്ത് ആണ് ശരി എന്ന് തോന്നും. പക്ഷെ ഇന്റേണലായി തിരുവനന്തപുരത്ത് മര്യാദയ്ക്ക് ഞങ്ങൾ നഗരസഭാ ഭരണം കാഴ്ചവെക്കാൻ സമ്മതിക്കില്ല എന്ന ഒരു നിലപാട് അതിൻ്റെ ഉള്ളിലുള്ളതായിട്ട് നമുക്ക് മനസ്സിലാവും. അത് വളരെ ശ്രദ്ധിച്ചാലേ അത് മനസ്സിലാവും. ഞാൻ അതൊന്ന് വ്യക്തമാക്കി തരാം. മേയർ VV രാജേഷ് ആദ്യം പറഞ്ഞെന്താ വന്ന ഉടനെ, അതായത് LDFന്റെ ആയാലും UDFന്റെ ആയാലും BJPയുടെ ആയാലും NDAയുടെ ആയാലും ആരുടെ ആയാലും അവിടെയുള്ള കൗൺസിലർമാരെ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകും എന്നാണ്. BJPയുടെ മാത്രം 50 ഇടങ്ങളിൽ മാത്രം വികസനം നടത്തിയാൽ ബാക്കിയുള്ള ഇടങ്ങളിൽ വികസന പ്രവർത്തനം നടക്കാതിരുന്നു കഴിഞ്ഞാൽ അത് നഗരസഭയുടെ വികസനമാവില്ല എന്നും അദ്ദേഹം പറയുകയുണ്ടായി. അതായത് അതത് വാർഡുകളിൽ, മുനിസിപ്പൽ വാർഡുകളിലെല്ലാം വികസന പ്രവർത്തനങ്ങൾ നടത്താനും അവിടുത്തെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താനും വേണ്ടി അതത് മെമ്പർമാർക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് എല്ലാവർക്കും ഒരുപോലെ, അതായത് എല്ലാ വാർഡിനെയും ഒരുപോലെ പരിഗണിച്ചുകൊണ്ട് നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും നടപ്പിലാക്കും എന്ന് അദ്ദേഹം അസന്ദിഗ്ധമായി വളരെ വ്യക്തമായി പറയുണ്ടായി. ഒരു ആശങ്കയ്ക്കിടയാകാത്ത വിധത്തിലാണ് കാര്യങ്ങൾ വ്യക്തമാക്കിയത്. എന്നാൽ അതേസമയം തന്നെ നഗരസഭയുടെ പരിധിയിൽ നേരത്തെ 45 വർഷക്കാലം ഭരിച്ചുകൊണ്ടിരുന്നത് CPM ആയതുകൊണ്ട് ഒരുപാട് വഴിവിട്ട പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ വിവാദമായിട്ടുള്ള MLA ഇറങ്ങിപ്പോകാൻ പറഞ്ഞു എന്ന് പറയുന്ന അത്, അതായത് നഗരസഭയുടെ കീഴിലുള്ള കെട്ടിടങ്ങളൊക്കെ വളരെ തുച്ഛമായ വാടകയ്ക്ക് തങ്ങളുടെ തൽപര കക്ഷികൾക്ക് കൊടുത്തിരുന്ന ചില നിലപാട്, അതൊക്കെ ചോദ്യം ചെയ്യുമെന്ന്, അത് മാത്രമല്ല അതൊക്കെ തിരുത്തുമെന്നും VV രാജേഷ് മേയർ പറയണ്ടായി. അതിന്റെ ഒരു കലിപ്പന്നോണം ആണെന്ന് തോന്നുന്നു. അദ്ദേഹത്തെ അവിടെ ഭരിക്കാൻ സമ്മതിക്കില്ല, അല്ലെങ്കിൽ BJPയെ തിരുവനന്തപുരം നഗരസഭ മര്യാദയ്ക്ക് ഭരിക്കാൻ സമ്മതിക്കില്ല എന്നൊരു നിലപാടിലേക്ക് മന്ത്രിയെ എത്തിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് VV രാജേഷിന് പറയാൻ, മന്ത്രിയെ ജ്വലിപ്പിക്കാൻ ഉണ്ടായ കാരണം? നഗരസഭയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന 113 ബസ്സുകൾ, ആ ബസ്സുകളൊക്കെ, അതായത് നഗരസഭാ പരിധിക്കുള്ളിൽ മാത്രം ഓടേണ്ട ബസ്സുകളൊക്കെ നഗരത്തിന് പുറത്തേക്ക് ഓടുന്നുണ്ടെന്നും അത്തരത്തിൽ പുറത്തേക്ക് ഓടുന്നുണ്ടെങ്കിൽ അതൊക്കെ പരിശോധിക്കട്ടെ, ഇപ്പൊ ഔദ്യോഗികമായിട്ട് അറിഞ്ഞ കാര്യങ്ങളാണ് എന്നും നഗരസഭയിൽ, അതായത് ആ നഗരപരിധിക്കുള്ളിൽ മലിനീകരണ തോത് കുറയ്ക്കാൻ വേണ്ടി ഇട്ടിട്ടുള്ള വാഹനങ്ങൾ മറ്റു പലയിടങ്ങളിലും പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് അത്തരത്തിൽ ഉള്ള നിലപാടുകൾ KSRTC തന്റെ കരാറ് ലംഘനം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് നഗരസഭാ പരിധിക്കുള്ളിൽ അത് ആക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും എന്ന് VV രാജേഷ് പറയണ്ടായി. അതിനൊരു മറുകൃതി എന്നോണമാണ് ഇപ്പോ ഗതാഗത വകുപ്പ് മന്ത്രി KP ഗണേഷ്കുമാറിന്റെ പ്രസ്ഥാനം വന്നിട്ടുള്ളത്. വളരെ തെറ്റിദ്ധാരണാജനകമാണ്. അദ്ദേഹം പറയുന്നത് KSRTCയുടെ ബസ്സുകൾ 50 ബസ്സുകൾ അധികമായി ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട്, ആ വാങ്ങിയിട്ടുള്ള 50 ബസ്സുകളാണ് പുറത്തേക്ക് പോകുന്നത്, മറ്റു പലയിടങ്ങളിലും പോകുന്നത് എന്നാണ്. രണ്ടാമത് അദ്ദേഹം അതിനകത്ത് പറയുന്ന ലാഭകരമായ ഒരു വസ്തുതയുടെ കാര്യമാണ്. സേവനങ്ങൾ ലാഭകരമാണോ അല്ല എന്നുള്ളത് മറ്റൊരു വിഷയമാണ്, നമ്മൾ പലപ്പോഴും സംസാരിച്ചിട്ടുള്ളതാണെങ്കിലും ലാഭകരമല്ലാത്തത് കൊണ്ട് അന്ന് അങ്ങനെയായിരുന്നു ഇന്നിങ്ങനെയായിരുന്നു എന്ന് ലാഭത്തിന്റെ കണക്കുകൾ പറയുന്നുണ്ട്. ഇവിടെ VV രാജേഷ് എന്താ ഉദ്ദേശിച്ചത്? ഈ നഗരത്തിന്റെ പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടു കൂടി, കേരള സർക്കാരിന്റെ സഹായത്തോടു കൂടി, നഗരസഭയുടെ സഹായത്തോടു കൂടി കൊണ്ടുവന്ന ഒരു പദ്ധതി. ഏത്? നഗരത്തിനുള്ളിൽ നഗരസഭയുടെ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ്. അവിടെ KP ഗണേഷ്കുമാർ പറഞ്ഞ എന്താണ്? കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ഇത്ര, കേരള സർക്കാരിന്റെ ഫണ്ട് ഇത്ര, നഗരസഭയുടെ ഫണ്ട് ഇത്ര. അപ്പോൾ നഗരസഭയുടെ ഫണ്ടും കേരള സർക്കാരിന്റെ ഫണ്ടും കൂടെ കൂട്ടുമ്പോൾ കേന്ദ്ര സർക്കാർ തന്നെ ഫണ്ടിനേക്കാൾ കൂടുതലാണ്, അതുകൊണ്ട് നമ്മൾ തോന്നിയതുപോലെ ചെയ്യും എന്ന രീതിയിലുള്ള ധ്വനിയാണ് അതിനകത്ത് വന്നത്. അതൊരു തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു നടപടിയായിട്ടാണ്, ഒരു നിലപാടാണ്. മന്ത്രി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതായിട്ടാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അതായത് മനഃപൂർവ്വം തെറ്റിദ്ധാരണ പരത്താൻ വേണ്ടിയിട്ട് മന്ത്രി പറയുന്നു. വളരെ ഒരു ലളിതമായ ഒരു ചോദ്യം ഗതാഗത വകുപ്പ് മന്ത്രിയോട് ചോദിക്കണം. മന്ത്രിയുടെ വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി വീട്ടുകാരോ അല്ലെങ്കിൽ വീട്ടിലെ മറ്റുള്ളവരോ ആരെങ്കിലും ഉത്തരവാദിത്തപ്പെട്ടവർ മന്ത്രിയെ ഏൽപ്പിക്കുക, കുറച്ച് പണം ഏൽപ്പിക്കുക. ആ പണം കൊണ്ട് സാധനം വാങ്ങി അയൽവക്കത്തോണ്ടൊന്ന് കൊടുത്തിട്ട് അത് ഞങ്ങളുടെ വീട്ടിലും കൂടെ അത് ഉപകാരപ്പെട്ടു എന്ന് പറയാൻ പറ്റുമോ? ഒരു ഏരിയ ആണെന്ന് പറഞ്ഞു നടക്കില്ലല്ലോ. നഗരസഭയ്ക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കാൻ വേണ്ടി കൊടുത്തിട്ടുള്ള ആ ഫണ്ട് നഗരസഭയ്ക്കുള്ളിൽ തന്നെ ചെലവഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്.
അത് സർക്കാർ ഫണ്ട് ആയാലും കേരള സർക്കാർ ഫണ്ടായാലും നഗരസഭയുടെ ഫണ്ടായാലും ആരുടെ ഫണ്ടായാലും നഗരസഭയ്ക്കുള്ളിൽ പ്രയോഗിക്കാനുള്ളതാണ്. അത് കേരള സർക്കാരിന്റെ ഫണ്ടാണ്, അത് ഞങ്ങൾ തോന്നിയതിൽ ഉപയോഗിക്കും പറഞ്ഞാൽ വീട്ടിലേക്ക് ചെലവിന് എടുത്ത പൈസ എടുത്ത് നാട്ടിൽ പോയി ചെലവഴിക്കും, എന്നിട്ട് വീട് പട്ടിണിക്കിടും എന്ന് പറയുന്നത് പോലെയാണ്. അത്രേ ഉള്ളൂ, അങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ. ഇവിടെ ഓരോ പ്രദേശത്തും ഒരു പാലം പണിയുന്നു. ഒരു സ്ഥലത്ത് പാലം പണിയാനായിട്ട് പദ്ധതി കൊണ്ടുവന്നിട്ട് ആ തുക എടുത്ത് വേറെ എവിടെയെങ്കിലും ചെലവഴിച്ചിട്ട് അത് ഞങ്ങൾ സർക്കാരിന്റെ ഫണ്ടാണ്, അതുകൊണ്ട് ഞങ്ങൾ തോന്നിയതുപോലെ എടുത്ത് ഉപയോഗിക്കുമെന്ന് പറയാൻ പറ്റും. ഒരു റോഡ് പണി എടുക്കുമ്പോൾ അങ്ങനെ പറയാൻ പറ്റും. അതുപോലെ തന്നെ എന്ത് പദ്ധതി വന്നാലും ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് കേന്ദ്രീകരിച്ചിട്ടാണ് ആ പദ്ധതി വരുന്നത്. അത്തരത്തിലുള്ള പദ്ധതികൾ വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ കേന്ദ്രീകരിച്ച പദ്ധതികൾ വരുമ്പോൾ അത് അവിടെയാണ് നടപ്പിലാക്കേണ്ടത്. ഇവിടെ ഈ പറയുന്ന ബസ്സുകൾ 113 ബസ്സുകൾ വന്നു എന്ന് പറയുന്നത് അത് കേരള സർക്കാരിന്റെ ഫണ്ടായാലും നഗരസഭയുടെ ഫണ്ട് അതിൽ മിക്സ് ആയാലും കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടുള്ള ഫണ്ടായാലും ആര് കൊടുത്തിട്ടുള്ള ബസ്സായാലും എന്ത് തന്നെ ആയിരുന്നാലും അത് ഉപയോഗിക്കേണ്ടത് നഗരസഭയുടെ പരിധിന്റെ ഉള്ളിലാണ്. അതിന്റെ പുറത്തേക്ക് ആ വാഹനം ഓടുന്നില്ല എന്നുണ്ടെങ്കിൽ ആർക്കാണ് പ്രശ്നം? ഇവിടെ ഗതാഗത വകുപ്പ് മന്ത്രി പറയുന്നുണ്ട്, ഞങ്ങളുടെ കണ്ടക്ടറാണ്, ഞങ്ങളുടെ ടിക്കറ്റ് വെൻഡിങ് മെഷീനാണ്, അതുപോലെ ഞങ്ങളുടെ ഡ്രൈവറാണ്, ഞങ്ങളുടെ ബസ് സ്റ്റാൻഡിൽ ഇങ്ങോട്ട് കയറാൻ അയക്കൂല എന്നൊക്കെ പറയുന്നത് വെള്ളരിക്കപ്പെട്ടണായത്. ഈ ഗതാഗത വകുപ്പ് മന്ത്രി എന്താ തന്നിഷ്ടപ്രകാരം മാടമ്പി സ്വഭാവം കാണിക്കാണോ? എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ആ പ്രസ്താവന കിട്ടാൻ അങ്ങനെ തോന്നുന്നേ. KSRTC എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമാണ് ഇവിടെ ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗതാഗത വിഭാഗത്തെ കൈകാര്യം ചെയ്യുന്നത്. സ്വാഭാവികമായും കരാർ കൊടുക്കുന്നത് KSRTC തന്നെ ആയിരിക്കും, അല്ലാതെ സ്വകാര്യ മേഖലയിലല്ലോ. ഇത് സ്വകാര്യ മേഖലയ്ക്ക് വേണമെങ്കിൽ നഗരസഭയ്ക്ക് കൊടുക്കാം. സ്വകാര്യ മേഖല അത് ഏറ്റെടുത്ത് മര്യാദയ്ക്ക് നടത്തും. KSRTC നടത്തുന്നതിനേക്കാളും വളരെ നല്ല ലാഭകരമായിട്ട് നടത്താൻ കഴിയുന്ന, മര്യാദയ്ക്ക് ഓടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ലാഭകരമായിട്ട് നടത്തി കൊടുക്കാൻ കഴിയുന്ന സ്വകാര്യ മേഖലയിലെ മുതലാളിമാരുണ്ട് ഇവിടെ. അവരെ ഏൽപ്പിക്കാതെ KSRTC ഏൽപ്പിക്കുന്നത് KSRTCയോടുള്ള ഒരു വിശ്വാസം കൊണ്ടാണ്. KSRTC ഇവിടെ ബസ്സുകൾ കൈകാര്യം ചെയ്തിട്ടുള്ള തഴക്കവും പഴക്കവും ഉള്ളത് കൊണ്ടാണ്. അവരുടെ കയ്യിൽ അതിന് ആവശ്യമായ എക്യുപ്മെന്റ്സ് ഉള്ളത് കൊണ്ടാണ്, വിത്ത് ഡ്രൈവർ, കണ്ടക്ടർ അടക്കം എല്ലാം. അതുകൊണ്ട് അത്തരത്തിൽ ഒരു വകുപ്പുമായി, ഒരു ഡിപ്പാർട്ട്മെന്റുമായി കരാർ ഉറപ്പിച്ചിട്ട് ആ ബസ് അങ്ങോട്ട് കൊടുക്കുമ്പോൾ അത് നഗരസഭയിലെ ഇന്ന മേഖലകളെ കവർ ചെയ്തുകൊണ്ട് വണ്ടി ഓടിക്കാമെന്ന് അവർ സമ്മതിക്കുകയാണ്. അത് ഞങ്ങളെ ഡ്രൈവറാണ്, ഞങ്ങളെ കണ്ടക്ടറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ തോന്നിയതുപോലെ ചെയ്യുന്നു പറയുന്നത് ധാർഷ്ട്യമാണ്, മാടമ്പിത്തരാണ്. അത് ശരിയല്ല. ഇവിടെ സത്യത്തിൽ ഏതെങ്കിലുമൊക്കെ മേഖലകളിലേക്ക് എന്തെങ്കിലും അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അതത് മേഖലകളിൽ സത്യസന്ധമായി നടപ്പിലാകുന്നില്ല എന്നതാണ് കേരളത്തിന്റെ ശാപം. അത് KSRTC മാത്രമല്ല, ഇപ്പോൾ സ്വിഫ്റ്റിന്റെ കാര്യത്തിലാണെങ്കിൽ അത് മാത്രമല്ല, ഇവിടുത്തെ KSEBിന്റെ കാര്യമായിക്കോട്ടെ, എന്തായിക്കോട്ടെ, കേരളത്തിൽ വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന മന്ത്രിമാർ, അവരുടെ എല്ലാവരുടെയും കാര്യം ഇതാണ്. ഏതെങ്കിലും ഒരു മേഖലയിലേക്ക് വികസനത്തിന്റെ പദ്ധതി എന്തെങ്കിലും കൊണ്ടുവന്നാൽ ഒന്നുകിൽ അതിനെ തടയിടും, അല്ലെങ്കിൽ അതിനെ വകമാറ്റും. അത് പൂർത്തിയാക്കൂല, അതല്ലെങ്കിൽ അത് കൈയിട്ട് വാരി തിന്നും. ഇതിലേതെങ്കിലുമൊക്കെ ചെയ്യും. ഇവിടെ സ്വിഫ്റ്റിന്റെ കാര്യത്തിലും അത് തന്നെ. അതായത് നഗരസഭയ്ക്കുള്ളിൽ ഓടാൻ കൊണ്ടുവന്ന ബസ്സുകൾ നഗരത്തിന് പുറത്തേക്ക് 2-3 കിലോമീറ്റർ മാത്രമേ ഓടുന്നുള്ളൂ, അല്ലെങ്കിൽ മറ്റു ഭാഗങ്ങളിൽ നിന്ന് നഗരത്തിലേക്ക് ആൾക്കാർ കൊണ്ടുവരണ്ടേ എന്നാണ് മന്ത്രി ചോദിക്കുന്നത്. മറ്റു ഭാഗത്തു നിന്ന് കൊണ്ടുവരണം, അത് കൊണ്ടുവരേണ്ട ആവശ്യമില്ല, അവർ വന്നോളും. മറ്റു ഭാഗങ്ങളിൽ വന്നാലും, ഇനി വേറെ എവിടെന്നെങ്കിലും വന്നാലും, ഇനി നഗരത്തിൽ തന്നെ പൊട്ടിമുളച്ചാലും അവർക്ക് നഗരത്തിന്റെ ഉള്ളിലൂടെ സഞ്ചരിക്കാൻ വേണ്ടിയുള്ള ഒരു ബസ് എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ പറ്റുള്ളൂ. മുമ്പ് നമുക്കറിയാലോ, കോഴിക്കോട് പോയി കഴിഞ്ഞാൽ ഒരു പച്ച നിറത്തിലുള്ള ഒരു ബസ് ഉണ്ടാവും, അല്ലെ? സിറ്റി സർവീസ് എന്നാ പേര്. അപ്പൊ അത്തരത്തിൽ സിറ്റി സർവീസ് ബസ്സിന് ഒരു ഏരിയ നിശ്ചയിച്ചിട്ടുണ്ട്. അത് ആ ഏരിയന്റെ പുറത്തേക്ക് പോവോ? ഇല്ല. എന്ന് വെച്ചാൽ അവിടേക്ക് ആൾക്കാർ എത്തുന്നില്ലേ? എത്തുന്നുണ്ട്. അപ്പോൾ തിരുവനന്തപുരത്തേക്ക് അതിന്റെ ഉള്ളിൽ സിറ്റി ബസ്, ഈ പറഞ്ഞ ബസ്സുകൾ മാത്രമേ ഓടാൻ പാടുള്ളൂ എന്ന നിയമമൊന്നുമില്ലല്ലോ. തിരുവനന്തപുരത്തിനകത്തുള്ള യാത്രക്കാർക്ക്, അതിനുള്ള ആൾക്കാർക്ക്, തിരുവനന്തപുരത്ത് വരുന്ന ആൾക്കാർക്കും ആ പരിസരങ്ങൾക്ക് എല്ലാം പോകാൻ വേണ്ടിയിട്ട് പരിസ്ഥിതി സൗഹൃദ, മലിനീകരണമില്ലാത്ത ഒരു ബസ് സംവിധാനം അവർ നടപ്പിലാക്കി. അത് ആ നഗരത്തിന്റെ ഉള്ളിലേക്കാണ്, അത് അവിടെ തന്നെ ഉപയോഗിക്കണം എന്നല്ലേ VV രാജേഷ് പറഞ്ഞിട്ടുള്ളൂ. അത് കരാർ പ്രകാരം അത് ചെയ്യണം. പിന്നെ മന്ത്രി തന്നെ ഒന്നുകൂടി പറയുന്നുണ്ട്, ഇതിന്റെയൊക്കെ മേൽനോട്ടം നടത്തേണ്ടത് നഗരസഭയുടെ മേയറാണ് എന്ന്. ആ മേയർക്കാണ് ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തമാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് മേയറുടെ മേലാണ് മന്ത്രി എന്ന് നിന്നുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് കൊമ്പത്തരുന്ന ആടേണ്ട ആവശ്യമൊന്നുമില്ല. അതൊന്നും ശരിയല്ല. സത്യത്തിൽ മന്ത്രി മേയർക്ക് സപ്പോർട്ട് കൊടുക്കുകയാണ് വേണ്ടത്. ഈ ഗതാഗത വകുപ്പ് മന്ത്രിയെയോ KSRTCയോ ഒന്നും അദ്ദേഹം കുറ്റം പറഞ്ഞിട്ടില്ല. അതായത് വന്നിട്ടുള്ള 110 ബസ്സുകളും നഗരസഭയുടെ ഉള്ളിൽ മര്യാദയ്ക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പവുമില്ല, യാതൊരു നടപടികളും നിലപാടുകളും അവിടെ വരേണ്ട ആവശ്യമില്ല. അത് വകുപ്പ് മന്ത്രി തന്നെ ചില നിലപാടുകൾ എടുക്കാറില്ലേ? ഇപ്പോൾ KSRTC ഡ്രൈവർമാർ മര്യാദയ്ക്ക് ഓടുന്നില്ല എന്നുണ്ടെങ്കിൽ അവരെ പിടിച്ച് പുറത്താക്കാറില്ലേ? കണ്ടക്ടർമാരെ പിടിച്ച് പുറത്താക്കാറില്ലേ? ഇപ്പൊ കഴിഞ്ഞ ദിവസവും വഴിയിൽ ഒരാളെ ഇറക്കി വിട്ടിട്ടുള്ള ഒരു കണ്ടക്ടർ പിരിച്ചുവിട്ടില്ലേ? നിലപാടെടുത്തില്ലേ? അവിടെ മറ്റാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? അപ്പൊ സ്വാഭാവികമായിട്ടും സ്വന്തം വകുപ്പുകളിൽ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ ആ വിഷയത്തെ കൈകാര്യം ചെയ്യേണ്ടത് അതത് വകുപ്പിലെ മന്ത്രിമാർ തന്നെയാണ് എന്ന് പറയുന്നത് പോലെ
നഗരസഭയുടെ ഉള്ളിൽ ഓടാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ബസ്സുകൾ നഗരസഭയുടെ ഉള്ളിൽ ഓടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് മേയറുടെ ഉത്തരവാദിത്തമാണ്. അദ്ദേഹം ചെയ്തിട്ടുള്ളൂ. അത് അങ്ങനെ മാത്രമാണ് ഓടുന്നത് എന്നും പുറത്തേക്ക് ഓടുന്നത് ഞങ്ങൾ വാങ്ങിയിട്ടുള്ള മറ്റു ബസ്സുകളാണ് എന്നും ആ മേയർക്ക് ഒരു കത്ത് കൊടുക്കേണ്ട ആവശ്യം മാത്രമേ ഇവിടെ ഉള്ളൂ. ഇവിടെ വിവാദം ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. സത്യത്തിൽ ഇവിടെ ഒരു ഭയമുണ്ട്. കഴിഞ്ഞ 10-45 വർഷമായി തിരുവനന്തപുരം നഗരസഭ ഭരിച്ച് മൂടിച്ച് അറിയാമല്ലോ എങ്ങനെയാണ് അവസാനം മേയർ ഇറങ്ങിപ്പോയത് എന്നുള്ളത്. അത്രത്തോളം മാലിന്യവും മറ്റും, ഒരു മാലിന്യ തോടിൽ ഒരാൾ മുങ്ങി മരിച്ചത് നമുക്കറിയാം. അത്രത്തോളം മാലിന്യവും മറ്റും ഉണ്ടാക്കിയ ഒരു സാഹചര്യം ഉണ്ടാക്കി വച്ച ശേഷം ഇറങ്ങി പോകുമ്പോൾ കുറെ അഴിമതികളും സ്വജനപക്ഷപാതവും അനധികൃത നിയമനങ്ങളും എല്ലാം നടത്തിയ ശേഷം ഇറങ്ങി പോകുമ്പോൾ പുതിയ മേയർ പക്ഷപാതരഹിതമായി എല്ലാ വാർഡ് കൗൺസിലർമാർക്കും ഒരേ പരിഗണന കൊടുത്തുകൊണ്ട് എല്ലാവർക്കും പ്രവർത്തിച്ച് എല്ലാ വാർഡും വികസിപ്പിച്ചുകൊണ്ട് എന്താണ് ഒരു നഗരസഭ ഭരിക്കേണ്ടത്, എങ്ങനെയാണ് വരേണ്ടത് എന്നൊരു മാതൃക കാഴ്ച വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായി പിന്നെ കേരളത്തിന് അവർ തൊടാൻ കിട്ടില്ല, ബാക്കിയുള്ളവർക്ക് തൊടാൻ കിട്ടില്ല എന്നതുകൊണ്ട് അതിൽ ഭയപ്പെട്ടുകൊണ്ട് നിങ്ങളെ മര്യാദയ്ക്ക് ഞങ്ങൾ ഭരിക്കാൻ അയക്കില്ല, നിങ്ങൾ ജനവിരുദ്ധരാണ്, അല്ലെങ്കിൽ നിങ്ങൾ മോശമാണ്, നിങ്ങൾ നഗരസഭാ വിരുദ്ധരാണ് എന്നൊക്കെ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി കൊട്ടേഷൻ എടുത്തുകൊണ്ട് സംസാരിക്കുന്നതായിട്ട് മാത്രമേ ഫീൽ ചെയ്യുന്നുള്ളൂ. അങ്ങനെ മാത്രമേ ഫീൽ ചെയ്യുന്നുള്ളൂ. എന്താണ് മന്ത്രി കെ ബി ഗണേഷ്കുമാർ യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത് എന്ന് ഇനി ഈ പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങളൊന്ന് കേട്ടു നോക്കിയാൽ മനസ്സിലാവും. KSRTC ഓടിച്ചുകൊണ്ടിരിക്കുന്ന സ്മാർട്ട് സിറ്റി പദ്ധതിയുമായിട്ട് ബസ്സുകളുടെ എണ്ണം 113. മറ്റ് 50 ബസ്സുകൾ KSRTCയുടെ ഉടമസ്ഥയിലുള്ള ബസ്സുകൾ. അങ്ങനെ ഇത്രയും വണ്ടികളാണ് തിരുവനന്തപുരത്ത് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ KSRTC ഞാൻ പരിശോധിച്ചപ്പോൾ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ വാങ്ങി തന്നു എന്ന് പറയാൻ പറ്റില്ല, കേന്ദ്ര ഗവൺമെൻറ് പദ്ധതി എന്ന് പറയാൻ പറ്റില്ല. കാരണം സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ സെൻട്രൽ ഷെയർ 500 കോടി രൂപയാണ്, സ്റ്റേറ്റ് ഷെയർ 500 കോടി രൂപയാണ്. ട്രിവാൻഡ്രം കോർപ്പറേഷൻ്റെ വകയായി 135.7 കോടി രൂപയാണ് ചെലവഴിച്ചിരിക്കുന്നത്. അപ്പോൾ ട്രിവാൻഡ്രം കോർപ്പറേഷൻ്റെ പണം എന്ന് പറയുന്നതും സ്റ്റേറ്റ് ഷെയർ എന്ന് പറയുന്നതും സംസ്ഥാന ഖജനാവിൽ നിന്ന് പോകുന്നതാണ്. കേന്ദ്രം നൽകിയിട്ടുള്ളത് 500 കോടി. അപ്പോൾ ആ പദ്ധതിയുടെ 50% തുക, ഏതാണ്ട് 60% തുകയും സംസ്ഥാന സർക്കാരിൻ്റെതാണ്. കോർപ്പറേഷൻ്റെ എന്ന് പറയുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെതാണ്. കോർപ്പറേഷൻ്റെ തനത് ഫണ്ടാകാം, അല്ലെങ്കിൽ പ്ലാൻ ഫണ്ടാകാം, അത് സംസ്ഥാന ഖജനാവിൽ നിന്ന് വരുന്നതാണ്. ഈ പദ്ധതിയുടെ ഭാഗമായി നടത്തിയ അനേകം വികസനങ്ങളുടെ ഭാഗമായി വാങ്ങിയതാണ് ഈ 113 വാഹനങ്ങൾ വാങ്ങുന്ന അതിനകത്ത് നിന്നാണ് വാങ്ങിയത്. 50 വാഹനങ്ങൾ KSRTCയിലുള്ളതിനകത്ത് ഇവർക്ക് യാതൊരു കാര്യവുമില്ല, കോർപ്പറേഷൻ ഒരു കാര്യമില്ല. ഈ 113 ഒരു ട്രൈ പാർട്ടി എഗ്രിമെൻ്റാണ്. ഈ എഗ്രിമെൻറ്റിൽ കോർപ്പറേഷൻ, ഗവൺമെൻറ്, സ്മാർട്ട് സിറ്റി കോർപ്പറേഷൻ ആൻഡ് സ്വിഫ്റ്റ്, ഈ 3 കമ്പനികൾ തമ്മിലാണ് എഗ്രിമെൻ്റ് ഉള്ളത്. ഈ എഗ്രിമെൻറ്റിലെ ഒരു ക്ലോസിൽ പറയുന്നു, ഇതിനൊരു അഡ്വൈസറി കമ്മിറ്റി ഉണ്ട്. വണ്ടികൾ ഓടുന്നത് എങ്ങനെയാണ്, നന്നായി ഓടുന്നുണ്ടോ, എവിടെയാണ് ഓടുന്നതെന്നെല്ലാം കാണിക്കാൻ വേണ്ടി ഒരു അഡ്വൈസറി കമ്മിറ്റി. ആ അഡ്വൈസറി കമ്മിറ്റിയെ മേയർ ചെയർ ചെയ്യണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇതിനകത്ത്. ഈ വണ്ടികളുടെ മെയിൻ്റനൻസ് മുഴുവൻ KSRTCയാണ്. ഇതിന് ഡ്രൈവർ, കണ്ടക്ടർ, ടിക്കറ്റ് മെഷീൻ, സർവ്വ സാധനങ്ങളും KSRTCയാണ്. ഈ വണ്ടിയുടെ ഒരു സ്ഥിതി വളരെ മോശമായിരുന്നു. ഞാൻ മന്ത്രിയായി വന്നിട്ട് 2 വർഷം കഴിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു. അന്നൊരു വലിയ വിവാദം ഉണ്ടായത് നഷ്ടത്തിലാണ് എന്ന് ഞാൻ പറഞ്ഞു എന്നാണ്. നഷ്ടത്തിൽ തന്നെയായിരുന്നു. അന്ന് ഒരു വണ്ടിയുടെ ശരാശരി വരുമാനം 2500 രൂപയായിരുന്നു, ഒരു വണ്ടിയുടെ ഒരു ദിവസത്തെ വരുമാനം. ഇന്ന് അത് KSRTCയുടെ വളരെ സജീവമായ പ്രവർത്തനങ്ങൾ, ഞങ്ങളുടെ ഒരു പ്ലാനിങ്, ഞങ്ങളുടെ ഒരു ഷെഡ്യൂളിംഗ് എല്ലാം വെച്ചുകൊണ്ട് ഇന്ന് 8500 മുതൽ 9000 രൂപ വരെയാണ് ശരാശരി ഒരു ബസ്സിൻ്റെ വരുമാനം. ഇത് കേരളത്തിലെ ജനങ്ങൾ കേൾക്കണം. ഈ 2500 നിന്ന് 2 വർഷം കൊണ്ട് 8000, 2 വർഷമല്ല അതിനു മുമ്പേ ആയി കഴിഞ്ഞു. ഒരു വർഷത്തിനുള്ളിൽ തന്നെ 8000 മുതൽ 8500, 9000 രൂപ വരെ നമ്മൾ വരുമാനം വർദ്ധിപ്പിച്ചു. പിന്നെ ഈ ന്യൂസ് 18 പോലുള്ള ചില ചാനലുകൾ പറയുന്നത് KSRTCക്ക് പണി കിട്ടിയെന്നാണ്. മണ്ടത്തരം പറയരുത്. KSRTC നഷ്ടത്തിലേക്ക് വന്നത് ഇതുകൊണ്ടൊന്നുമല്ല. ഇതൊരു നിസ്സാര കാര്യമാണ് KSRTC സംബന്ധിച്ച്. KSRTCയുടെ വരുമാന വർധനം എന്ന് പറയുന്നത് സംസ്ഥാന തലത്തിലുള്ളതാണ്. KSRTC എല്ലാ ഡിപ്പോയും ലാഭത്തിലാക്കിയെന്ന് KSRTC CMD തന്നെ പറഞ്ഞു. അത് ഈ വണ്ടി ഓടിയിട്ടാണോ? ഈ വണ്ടി തിരുവനന്തപുരത്തിന് പുറത്ത് ഓടുന്നില്ല, മറ്റ് ജില്ലകളിൽ ഓടുന്നുണ്ടെന്ന് അദ്ദേഹം ബഹുമാനായ മേയർ പറഞ്ഞു കേട്ടു. ഞാൻ കണ്ടില്ല. പക്ഷേ ഒരു ജില്ലയിൽ ഓടുന്നില്ല, വേറൊരു ജില്ലയിൽ ഇത് ഓടിക്കാൻ പറ്റത്തില്ല. ഇതിന് ഭയങ്കര മെയിൻ്റനൻസ് ആണ്. ഇതിൻ്റെ ടയർ എന്ന് പറയുന്നത് സാധാരണ ഒരു സൂപ്പർ ഫാസ്റ്റിൻ്റെ ടയർ 40,000-45,000 കിലോമീറ്റർ പോയാൽ 60,000 കിലോമീറ്റർ വരെ പോകും. പക്ഷേ ഇതിൻ്റെ ടയർ 30,000 കടക്കില്ല. ഇത് ടയർ തേഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് പ്രത്യേകിച്ച് മെയിൻ്റനൻസ് വലിയ പാടാണ്. ഞാൻ വന്ന സമയത്ത് ഞങ്ങളിത് പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 50% ഇത് ചാർജിങ്ങിൽ ഓടാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. ഇന്ന് ഏതാണ്ട് 70-75% ഓടുന്നുണ്ട്. കമ്പനിക്കാരെ വിളിച്ച് വരുത്തി വഴക്കുണ്ടാക്കി അത് ഒരുവിധം കറക്റ്റ് ചെയ്തു. കാരണം ബാറ്ററി ഇനി അടുത്ത വർഷമൊക്കെ ആകുമ്പോഴത്തേന് ബാറ്ററി തീരും. ബാറ്ററി പോയി 5-ാം വർഷം ബാറ്ററി പോയാൽ
28 ലക്ഷം രൂപ വേണം ഇതിൻ്റെ ഒരു വണ്ടിയുടെ ബാറ്ററി വാങ്ങാൻ. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കൂ, ഇത് വലിയൊരു സംഭവമായിട്ടൊന്നും പറയരുത്, ഇത് കൈനഷ്ടം തന്നെയാണ്. കാരണം 28 ലക്ഷം രൂപ കൊടുത്താൽ ഒരു മിനി ബസ് കിട്ടും, ഡീസൽ മിനി ബസ് കിട്ടും. അപ്പോൾ നമ്മൾ വാങ്ങിയല്ലോ, ഐഷറിൻ്റെ വണ്ടി വാങ്ങി, നിങ്ങൾ കണ്ടതാണ്. ആ വണ്ടിയുടെ ശരാശരി കിലോമീറ്റർ വരുമാനം എന്ന് പറയുന്നത് 52 രൂപ വരെ വരുന്നുണ്ട്. കോടി വരെയാണ് ഇപ്പോൾ പുതുതായിട്ട് വരുന്നുണ്ട്. അതിൻ്റെ വില എന്ന് പറഞ്ഞാൽ 28 ലക്ഷം. ഇതിൻ്റെ വില 1 കോടി രൂപയാണ് ഒരു വണ്ടിക്ക്. ഒരു വണ്ടിക്ക് 1 കോടി രൂപ. 5-ാം വർഷം ഈ വണ്ടിക്ക് 25 ലക്ഷം രൂപ, 28 ലക്ഷം രൂപയ്ക്ക് ബാറ്ററി വാങ്ങണം. ഇതെല്ലാം വളരെ വ്യക്തമായി കാണാം. സാങ്കേതികമായി അറിയാവുന്നവർക്ക് ഇത് മനസ്സിലാവും. ജനങ്ങൾ മനസ്സിലാക്കാത്ത ഭാഷയിൽ ഞാൻ സ്നേഹത്തോടെ പറയുകയാണ്. 28 ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ച വണ്ടിക്ക് കിട്ടുന്ന ഒരു ഇതില്ല. ഇപ്പോൾ 8,000 രൂപ ശരാശരി കിട്ടുമെന്ന് പറയുമ്പോൾ 42 രൂപ ഒരു കിലോമീറ്ററിന് ഏണിങ്സ് പെർ കിലോമീറ്റർ. ഒരു കിലോമീറ്റർ ഓടുമ്പോൾ കിട്ടുന്നുണ്ട്. നേരത്തെ കിട്ടിയിരുന്നത് 27 രൂപ, 26 രൂപയായിരുന്നു. ഇപ്പോഴത് 42 വരെ നമ്മൾ എത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഈ വലിപ്പം തന്നെയുള്ള ഡീസൽ മിനി ബസ് വാങ്ങിയ വണ്ടികൾക്ക് 50-ന് മേളിൽ EPK കിട്ടുന്നുണ്ട്, ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഓടുന്ന വണ്ടികൾ. പിന്നെ നെടുമങ്ങാട് താമസിക്കുന്നവരെയും പോത്തൻകോട് താമസിക്കുന്നവരെയും ആറ്റിങ്ങൽ താമസിക്കുന്നവരെയും നെയ്യാറ്റിൻകര താമസിക്കുന്നവരെയും തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരാൻ പറ്റില്ല, വണ്ടി കയറ്റൂല എന്ന് പറയാൻ കേരള സർക്കാരിന് കഴിയില്ല, ഞങ്ങളുടെ സർക്കാരിന് കഴിയില്ല. അത് ഞങ്ങൾ പറയില്ല. അതുകൊണ്ട് എനിക്ക് വളരെ ക്ലിയറായിട്ട് പറയാം, മേയർ അദ്ദേഹം എന്നോട് സംസാരിക്കുകയോ ഞങ്ങൾക്ക് കത്ത് തരികയും ചെയ്തിട്ടില്ല. വളരെ ഫ്രീ ഹാൻഡായിട്ട് പറയുന്നു. അദ്ദേഹത്തിന് ഉറപ്പ് നൽകുകയാണ്, അദ്ദേഹം ഇത് ഞങ്ങൾക്ക് വേണമെന്ന് എഴുതി തന്നാൽ 24 മണിക്കൂറിനുള്ളിൽ ഈ 113 വണ്ടികളും കോർപ്പറേഷൻ തിരിച്ചു കൊടുത്തേക്കാം. കോർപ്പറേഷൻ അത് കൊണ്ടുപോയി അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്തിടാം. ഞങ്ങളുടെ ഡിപ്പോയിൽ ഇടാൻ ഞങ്ങൾ പകരം 150 വണ്ടികൾ പുറത്തുനിന്ന് കൊണ്ടുവരും. വേറെ ഒന്നുമല്ല, ഈ ഗ്രാമപ്രദേശം പോത്തൻകോട് എന്നുള്ളവർക്ക് കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു ഉദാഹരണം പറയാണ്. കോർപ്പറേഷൻ വന്ന് നിൽക്കുന്നത് കടക്കൂട്ടത്താണ്. കണിയാപുരത്താണ് ബസ് സ്റ്റോപ്പ് നമുക്ക് സ്റ്റേഷനുള്ളത്. കണിയാപുരത്ത് നല്ല ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഈ കോർപ്പറേഷൻ അതിർത്തി കിടക്കുന്ന പോത്തൻകോട് ഭാഗത്തേക്കുള്ള പല പ്രദേശങ്ങളുണ്ട്. ശ്രീകാര്യം ആ ഭാഗത്ത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പോത്തൻകോടിൻ്റെ ഭാഗമായി ബന്ധപ്പെട്ട് അവിടെ നിന്നുള്ളവർക്ക് യാത്ര ചെയ്യണ്ടേ നഗരത്തിലേക്ക്. നെയ്യാറ്റിൻകരയുള്ളവരെ കൊണ്ടുവന്നിട്ട് കരമനയിൽ ഇറക്കി പിന്നെ പാപ്പനംകോട് ഇറക്കി വിട്ടിട്ട് വേറെ വണ്ടി കയറാൻ പറയാൻ പറ്റത്തില്ല. KSRTC സംബന്ധിച്ച് നെയ്യാറ്റിൻകരയിൽ നിന്ന് യാത്രക്കാർ കയറിയിട്ടുണ്ടെങ്കിൽ കൊണ്ടുവരും. പിന്നെ നെയ്യാറ്റിൻകരയ്ക്കും ആറ്റിങ്ങിനൊക്കെ ഓടുന്ന പല വണ്ടികളും ഞങ്ങളുടെ വണ്ടിയാണ്. ഞങ്ങൾക്ക് 50 വണ്ടിയുണ്ട് ബാറ്ററി വണ്ടി, അതാണ് ഓടുന്നത്. ലോൺ എടുത്ത് ഞങ്ങൾ വാങ്ങിച്ച വണ്ടിയാണ് കിഫ്ബിയിൽ നിന്ന്. ആ വണ്ടികൾ ഓടുന്നുണ്ട്, ആ വണ്ടി ഓടിക്കും. അതിനാരുടെ അനുവാദം ആവശ്യമില്ല. Different angles. Don't forget to subscribe and support this channel.